Hi, welcome back to my channel Journey with Tash. Being alone in Batam, Indonesia, day 3. അങ്ങനെ അപ്പാർട്ട്മെന്റിൽ ഒറ്റയ്ക്കായിട്ട് 3-ാം ദിവസമായിരിക്കുകയാണ്. ഇന്ന് നമുക്ക് ഫുൾ കുക്കിംഗ് കാര്യങ്ങളാണ്. കാരണം എൻ്റെ ഫുഡ് സ്റ്റോക്കൊക്കെ തീർന്നെങ്കിൽ എനിക്ക് കുക്ക് ചെയ്യണം. അത് മാത്രമല്ല കുറേ ദിവസമായി ഓട്സ് അങ്ങനത്തെ കാര്യങ്ങളല്ലേ കഴിക്കുന്നത്. അപ്പം ഞാൻ കരുതി ഇന്ന് എനർജറ്റിക് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റും നല്ല കാര്യമായിട്ട് ലഞ്ചും ഒക്കെ പ്രിപ്പയർ ചെയ്ത് കഴിക്കാമെന്ന്. അപ്പം രാവിലെ തന്നെ ഞാനൊരു ഇഡലിയൊക്കെ ഉണ്ടാക്കാമെന്നാണ് കരുതുന്നത്. എനിക്കിഷ്ടമാണ് ഇഡലി, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇഡലി. എനിക്ക് എത്ര കിട്ടിയാലും ഇഡലിയോട് ഭയങ്കര ഒരു ഇഷ്ടം കൂടുതലാണ്. ദോശയോട് അത്രയില്ല. ദോശ എനിക്കൊന്നും ഗീ റോസ്റ്റ് ഇല്ല, അതെനിക്കിഷ്ടമാണ്. എന്നാൽ എനിക്ക് ഇഡലി ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്നറിയില്ല, ഇഡലിയോട് പ്രത്യേക ഒരു ഇഷ്ടമാണ്. ഇഡലിയോട് നമ്മൾ സാമ്പാറൊന്നും വയ്ക്കുന്നില്ല, ജസ്റ്റ് ഒരു ചമ്മന്തി വയ്ക്കാമെന്നാണ് കരുതുന്നത്. അപ്പം നമുക്ക് രാവിലെ തന്നെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. പിന്നെ ഇന്ന് വേറെ എന്തെങ്കിലും പരിപാടികൾ വരുമോ ഇല്ലേന്നൊന്നും അറിഞ്ഞുകൂടാ. എന്തായാലും ഇപ്പം എൻ്റെ ഒരു കാൽക്കുലേഷൻ അനുസരിച്ച് ഇന്ന് ഫുൾ വീട്ടിലിരിക്കുന്ന ഒരു ഡേ തന്നെയാണ്. അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ഇഡലി റെഡിയാക്കാൻ ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ല. ഇത് ഞാൻ നാട്ടിൽ നിന്ന് ഇവിടെ വന്നതിന് ശേഷം എനിക്ക് വീട്ടിൽ നിന്ന് പാർസൽ അയച്ചു തന്നതാണ്. ആകെ ഒരു ഡിഫോൾട്ട് എന്ന് പറഞ്ഞത് കണ്ടോ, ഈ സൈഡിലത്തെ ഇത് പോയി, പാർസൽ അയച്ചപ്പോൾ അതൊന്ന് ഒടിഞ്ഞു പോയി. ബാക്കി കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഇഡലി അടച്ചു വയ്ക്കാം. നമുക്ക് ചമ്മന്തിയാണ് ഉണ്ടാക്കേണ്ടത്. ചമ്മന്തി ഞാൻ ഉദ്ദേശിച്ച വെള്ള ചമ്മന്തി ഉണ്ടാക്കാനാണ്. അത് എളുപ്പം ഉണ്ടാക്കാമല്ലോ. ജസ്റ്റ് ഒന്ന് മിക്സിയിൽ അടിച്ചിട്ട് കടുക് തളിച്ചെടുത്താൽ മതിയല്ലോ. അപ്പം നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം. ഇനി കുറച്ച് തേങ്ങ എടുക്കാം, പിന്നെ കുറച്ച് പച്ചമുളക്, ഇഞ്ചി, പിന്നെ ഞാൻ ഒരു വെളുത്തുള്ളി ആഡ് ചെയ്യുന്നുണ്ട്, പിന്നെ ജീരകം, പിന്നെ ഞാൻ കുറച്ച് കാഷ്യൂനട്ടും കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഒരു ടേസ്റ്റ് കിട്ടാൻ. അപ്പം ഇങ്ങനെ എൻ്റെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടിയെല്ലാം കഴിഞ്ഞ് അതിന് ഞാൻ വീട്ടിലൊക്കെ ഒന്ന് വിളിച്ചു. ഇനി നമുക്ക് ഉച്ചയ്ക്കുള്ളത് വയ്ക്കണം, അതാണ് കുറച്ച് പണിയുള്ളത്. വേറെ ഒന്നുമല്ല, നമുക്ക് ചോറ് വയ്ക്കണം, എല്ലാം വയ്ക്കണം. ഫുൾ ഒന്നുമില്ല, ഇങ്ങനെ എല്ലാം ഒരു മെഴുക്കുവരട്ടി അങ്ങനെ കുറച്ച് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ എനിക്കൊന്ന് പെട്ടെന്ന് റെഡിയാക്കണം. അപ്പോൾ നമുക്ക് ലഞ്ചിനുള്ള കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യാം. ആദ്യം കൊഞ്ചുതോരൻ വയ്ക്കാമെന്നാണ് കരുതിയത്. കൊഞ്ച് ഞാൻ ഓൾറെഡി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വേവിക്കാനും വെച്ചു. ആ സമയം നമുക്ക് കൊഞ്ച് തോരൻ വയ്ക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് തേങ്ങയൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് ഉപ്പും മുളക് പൊടിയും, ഞാൻ 2 ടൈപ്പ് മുളക് പൊടി യൂസ് ചെയ്യുന്നുണ്ട്, എരിവുള്ളത് എരിവില്ലാത്തത്, പിന്നെ മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ ജീരകം ചതച്ചത് എല്ലാം കൂടി ഞാൻ മിക്സ് ചെയ്ത് വെക്കും. കൊഞ്ച് വന്നതിന് ശേഷം ഞാൻ ഈ മിക്സ് അതിനകത്തോട്ട് വെച്ച് അടച്ചു വെച്ച് വേവിക്കും. പിന്നെ ഇടയ്ക്കൊന്ന് എടുത്ത് ഇളക്കി ഒന്ന് റെഡിയാക്കും. അങ്ങനെ പിന്നെ നമ്മൾ അടച്ചു വെച്ച് വേവിച്ച് പിന്നെ ഒന്ന് ഇളക്കി എടുക്കുമ്പോഴേക്കും അത് സെറ്റാവും. പിന്നെ ഞാൻ ആ സമയത്ത് തന്നെ പോയി ചോറ് വെച്ചു. പിന്നെ ഒരു മെഴുക്കുവരട്ടി വെക്കണമായിരുന്നു, ഒരു ബീട്രൂട്ട് മെഴുക്കുവരട്ടി വെക്കാമെന്ന് കരുതി അതിനോട്ട് പോയി. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നല്ല രീതിയിൽ ടയേർഡായി. പിന്നെ കുറച്ച് നേരം ഒന്ന് പോയി കിടന്നു, പിന്നെ ഒന്ന് ഫ്രഷായി, പിന്നെ ഒരു TV സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഫുഡ് കഴിക്കാമെന്ന് കരുതി. Ain't never gonna give it up. Double shot for the gifted. One more for us. There you go. Drink it up. All this love in a cup. Yeah, we go slow, we go fast. Yeah, we can't get enough. We stay all day. TV സീരീസ് ഒക്കെ കണ്ടിരുന്ന കുറേ സമയം പോയി. കാരണം ഉച്ചയ്ക്ക് തുടങ്ങിയതാണ്. അപ്പോൾ ഒരു 4-5 മണിയോളം അതിൻ്റെ പുറകെയായിരുന്നു. ഇങ്ങനെ നമ്മൾ ഓരോ എപ്പിസോഡ് ഇങ്ങനെ പോകുന്ന അനുസരിച്ച് ഞാൻ അറിഞ്ഞ പോലുമില്ല. അപ്പോഴത്തേക്ക് ഇത് കണ്ടിങ്ങനെ ഇരുന്നിട്ട് ഒരുമാതിരി. അപ്പം ഞങ്ങൾ ഇതിൽ കോഫി കുടിക്കാമെന്ന്. അപ്പം ഞാൻ ഇവിടെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന നെസ്കഫേയുടെ ഒരു സാഷ്, ഒരു ചെറിയ പാക്കറ്റിൻ്റെ ഇതായിരുന്നു. അപ്പം അതില്ല, വേറെ എൻ്റെ കയ്യിൽ കോഫി പൗഡറും ഇല്ല. അപ്പം ഞാൻ കരുതി താഴത്തൊരു കടയുണ്ട്, അതായത് എന്താ പറയുക, നമ്മുടെയൊക്കെ വീട്ടിൽ ചിലപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമ്മുടെ അമ്മമാരൊക്കെ പറഞ്ഞു വിടത്തില്ലായിരുന്നു പണ്ട്, ഇല്ല താഴത്തെ കടയിൽ പോയില്ല, സാധനങ്ങൾ മേടിച്ചിട്ട് വാ, അങ്ങനെയൊക്കെ. അതുപോലൊരു കടയാണ് ഇവിടെ താഴെ ഞങ്ങൾക്ക് തൊട്ടടുത്ത്. അവിടുന്ന് ഞങ്ങൾക്ക് ഗ്യാസ്, വെള്ളം അങ്ങനെയുള്ള, പിന്നെ പെട്ടെന്നൊരു സ്നാക്ക് വേണം, നമുക്ക് എന്തെങ്കിലും കഴിക്കാം, സ്നാക്സ് ആയിട്ടുള്ള ഐറ്റം, ബേക്കറി, അങ്ങനെയൊക്കെ ഒരു ഐസ്ക്രീം, അതൊക്കെ മേടിക്കാൻ പറ്റിയൊരു കടയാണത്. അപ്പോൾ അവിടെ ചെന്നിട്ട് എന്താ ഉള്ളതെന്ന് നോക്കാം. അവിടെ ഞാൻ കുടിക്കുന്ന കോഫിയുടെ സാഷ ഉണ്ടെങ്കിൽ മേടിക്കാം, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഏതെങ്കിലും. പിന്നെ അതിനോടൊപ്പം എന്തെങ്കിലും സ്നാക്സ് കിട്ടുമെന്ന് നോക്കണം. സ്നാക്സ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ബ്രെഡ് കളറിന് എന്തെങ്കിലും ആയിരിക്കും, എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. അപ്പം ഞാൻ കരുതി അങ്ങനെ താഴോട്ടൊന്ന് പോവാം. അതാകുമ്പോൾ ജസ്റ്റ് ഒരു വാക്കും ആവുമല്ലോ, രാവിലോട്ട് ഇതിനകത്ത് തന്നെ ഇരിക്കുകയല്ലേ. അപ്പം നമുക്ക് താഴോട്ട് പോവാം. The time of your life. This is the time of your life. Remember you don't get it twice. രാവിലെ തൊട്ട് റൂമിൽ ഇരുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ നല്ല ശുദ്ധമായ കാറ്റ് കിട്ടുന്ന പോലെ ഒരാശ്വാസം.
ശരിക്കും നമുക്കൊന്നും എൻജോയ് ചെയ്യാൻ പറ്റുന്ന പോലെ. അതിൻ്റെ അകത്ത് തന്നെ ഇരിക്കുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഇതിൽ വീർപ്പ് മുട്ടത്തിൽ നമ്മളൊന്ന് ഒരു കൂട്ടിലകപ്പെട്ട പോലെ ചിലപ്പം തോന്നാറുണ്ട്. അപ്പം ഇങ്ങനെ വൈകുന്നേരം ജോയൽ വരുമ്പോഴായിരിക്കും എന്നെ ഒന്ന് പുറത്തോട്ടൊക്കെ കൊണ്ടുപോകുന്നത്. പക്ഷെ ഇപ്പം അത് പറ്റത്തില്ലല്ലോ. അപ്പം അതൊക്കെ ഞാൻ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇതാണ് 20 മാർട്ട് എന്ന് പറഞ്ഞ കട. അപ്പം അവിടെ എത്തിയിട്ടുണ്ട്. ഇതൊക്കെ കപ്പ് നൂഡിൽസ് ആണ്. ഇവിടെ പല വെറൈറ്റിയിലെ കപ്പ് നൂഡിൽസ് ഉണ്ട്. പിന്നെ ഈ ഐസ്ക്രീമിൻ്റെ ഒരു കോർണറാണ് ഇതെന്ന് പറയുന്നത്. പല ടൈപ്പ് ഐസ്ക്രീംസ് ആണ് ഇവിടെ ഉള്ളത്. ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഒരുപാട് ടൈപ്പ് ഐസ്ക്രീംസ് ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. മാഗ്നോ ഒക്കെ ഉണ്ട് ഇവിടെ. അതും പല ഫ്ലേവേഴ്സിൻ്റെ ഒക്കെയാണ് ഉള്ളത്. എനിക്ക് പക്ഷേ അതിൻ്റെ ചോക്ലേറ്റ് മാത്രമേ ഇഷ്ടമുള്ളൂ. പിന്നെ അകത്തോട്ടും കുറേ ഐറ്റംസ് ഉണ്ട്. ഞാൻ അവിടുന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്നാക്ക് ഉണ്ട്, ഒരു ബ്ലൂബെറിയും ആൽമണ്ട്സും കൂടി ഉള്ളത്. അതാണ് ഞാൻ നോക്കുന്നത്. അത് നോക്കിയപ്പോൾ എനിക്കത് കിട്ടിയായിരുന്നു. പിന്നെ അത് എടുത്തതിന് ശേഷം ഞാൻ നേരെ ഈ കോഫി ഉണ്ടാക്കുന്ന ഒരു മെഷീനൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അതായത് ചൂടുവെള്ളം കാണും, നമ്മൾ ഒരു പാക്കറ്റ് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ കപ്പിലോട്ട് ഇട്ടതിന് ശേഷം ആ മെഷീനിൽ നിന്ന് ചൂടുവെള്ളം എടുത്തൊന്ന് മിക്സ് ചെയ്ത് കുടിക്കുക. അതാണ് ഇവിടുത്തെ ഒരു പ്രോസസ്സ്. അപ്പം എൻ്റെ ഇഷ്ടപ്പെട്ട നെസ്കഫേയുടെ ഒരു 3-in-1 എന്ന് പറഞ്ഞ ഒരു സാഷ ഉണ്ടായിരുന്നു. അപ്പം അതെടുത്തു ഞാൻ. പിന്നെ ചുമ്മാ ഒന്ന് കറങ്ങാൻ കരുതി. ഇതൊക്കെ ഒരുപാട് ടൈപ്പ് പാലാണ്. ഗ്രീൻ ഫീൽഡ്സിൻ്റെ, അൾട്രാ മിൽക്ക്, അങ്ങനെ. പിന്നെ കുറേ ജ്യൂസ് ഐറ്റംസ്, പിന്നെ കോഫിയുടെ ഒരുപാട് കളക്ഷൻസ് ഇങ്ങനെ ഇരിക്കുന്ന പോലെ ഉണ്ട്. വലിയ റേറ്റൊന്നുമില്ല. ഇവിടെ ഉള്ളവർ ഭയങ്കര കോഫി പ്രിയരാണെന്ന് തോന്നുന്നു. ഒരുപാട് ടൈപ്പ് കോഫീസ് ഇങ്ങനെ വിൽക്കാൻ വെച്ചേക്കും. കോഫി മാത്രമല്ല ജ്യൂസ് ഐറ്റംസും ഉണ്ട്. നമ്മുടെ നെസ്കഫേ ഇല്ലേ, അവരുടേതും കുറേ ഐറ്റംസ് ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. കോഫി മാത്രമല്ല കോക്കനട്ട് വാട്ടറും ഉണ്ട് ഇവിടെ. അതും ഇങ്ങനെ ഒരു ബോട്ടിൽ ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ പച്ചപ്പയറില്ലേ, അതിൻ്റെ ഒരു ഡ്രിങ്കാണ് ഇത്. പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ തേയില വെള്ളമില്ലേ, അതിൻ്റെ തന്നെ പല വെറൈറ്റി. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇതെല്ലാം ഇവരുടെ ഇന്തോനേഷ്യക്കാർ ഉപയോഗിക്കുന്ന മസാല അതൊക്കെയാണ്. പിന്നെ അവരുടെ തന്നെ അരിപ്പൊടി, അങ്ങനത്തെ ഐറ്റംസ് ഉണ്ട്. ഇത് പിന്നെ നമുക്കിവിടെ കിട്ടത്തില്ല. ലേസ് അതുപോലത്തെ കുറേ സ്നാക്സ് ഐറ്റമാണ്. എനിക്ക് ചിലതൊന്നും അങ്ങനെ ഇഷ്ടപ്പെടത്തില്ല. മിക്കതിനും മധുരത്തിൻ്റെ ഒരു ടേസ്റ്റാണ്. പിന്നെ ഇത് നൂഡിൽസാണ്, ഇൻഡോമി. ഇതാണ് ഞങ്ങളൊക്കെ മേടിച്ച് കഴിക്കുന്നത്. ഞാൻ മേടിച്ച് ഇതാണ് കഴിക്കുന്നത്. പലതും ട്രൈ ചെയ്തിട്ടുണ്ട്. ഒരു ഇൻസ്റ്റൻറ്റ് നൂഡിൽസാണിത്. ഇത് മാത്രമല്ല വേറെ ഉണ്ട് ഒരുപാട്. What you drinking? 2 shots, let's pour it out. I know what you're thinking, but tomorrow won't come for us. This life that we're living, ain't never gonna give it up. ഇത് പിന്നെ ബിസ്ക്കറ്റിൻ്റെ സെക്ഷനാണ് ഫുള്ള്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ മിൽക്ക് മെയ്ഡ് ഇല്ല, അതിൻ്റെ തന്നെ പല ടൈപ്പാണ്. പിന്നെ ഇതൊക്കെ ടീ ആണ്. ഇതൊക്കെ ചെറിയ ചെറിയ പാക്കറ്റാണ് കോഫിയും ടീ ഒക്കെ ഉണ്ടാക്കുന്നത്. ഇത് പല ടൈപ്പ് സോസ്. പിന്നെ ഇത് ജാമൊക്കെയാണ്. പിന്നെ ഇത് ക്യാനിൽ വരുന്ന ചിക്കനൊക്കെയാണ്. ഞാൻ എനിക്ക് കഴിക്കാൻ ഒരു സ്നാക്കും പിന്നെ നെസ്കഫേയുടെ ഒരു സാഷയാണ് എടുത്തത്. ഇവിടെ ആളില്ലാത്തതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പ്രശ്നമില്ലായിരുന്നു. അപ്പം ഞാൻ പേയ്മെൻറ്റ് ചെയ്തിട്ട് പോട്ടെ. എനിക്ക് അധികം നേരം നിന്നിങ്ങനെ സംസാരിച്ച് നിൽക്കാനൊന്നും പറ്റില്ല. ചെറിയ കടയല്ലേ, ആൾക്കാർ വന്നും പോയി നിൽക്കുന്നതാ. ഞാനിങ്ങനെ പുറത്തിറങ്ങിയിട്ട് സംസാരിക്കാം. കടയിൽ ആളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാൻ പറ്റി. പക്ഷെ നമുക്കങ്ങനെ ഒരുപാട് നേരം ഡീപ്പായിട്ട് നിന്ന് വീഡിയോ എടുത്തുകൊണ്ട് നിന്ന് സംസാരിക്കാനും ഓരോ കാര്യങ്ങൾ എടുത്തു കാണിക്കാനും പാടായിരിക്കും. ഞാൻ കുറേ നേരം അങ്ങനെ നിന്ന് ചില ഐറ്റംസ് ഒക്കെ കാണുമല്ലോ, അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇന്ന ഐറ്റം ഉണ്ട്, അതൊന്നും പറ്റാത്തത്. അതിനല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു അവസരം കിട്ടുമ്പോൾ ഞാൻ ചെയ്യാം. അപ്പം ജസ്റ്റ് ആ കടയിലോട്ടൊന്ന് പോവുക, കാണിക്കുക, അത്രയും ഞാൻ ഉദ്ദേശിച്ചോളൂ. അപ്പം ഇനി ഞാൻ നമ്മുടെ റൂമിലോട്ട് പോട്ടെ. ഇവിടെ ശരിക്കും വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നതുകൊണ്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനെ ഈ റോഡിൽ നടന്നുകൊണ്ട് വീഡിയോ എടുക്കാൻ. അപ്പം ശരി, ഞാൻ റൂമിലെത്തിയിട്ട് ബാക്കി.
കടയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരുപാട് വണ്ടിയുടെ പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് എനിക്ക് അങ്ങനെ അങ്ങ് സംസാരിച്ച് നടക്കാൻ പറ്റാത്ത. അത് മാത്രമല്ല എൻ്റെ ക്യാമറയിൽ സ്പേസ് ഇല്ലെന്നും പറഞ്ഞാൽ അതും ഷട്ട് ഡൗൺ ആയിപ്പോയി. അപ്പോൾ എനിക്ക് പിന്നെ കുറച്ച് വീഡിയോസും അങ്ങോട്ട് അവിടെ നിൽക്കുന്നതൊന്നും എടുക്കാൻ പറ്റില്ല. ഞാൻ കുറച്ച് നേരം അവിടെയൊക്കെ നിന്നിട്ടാണ് ഇങ്ങോട്ട് റൂമിലോട്ട് വന്നത്. അപ്പോൾ ഇങ്ങനെ ഞാൻ കരുതിയ നെസ്കഫേയുടെ ഒരു സാഷയാണ് 3 in 1 എന്ന് പറയും. അതായത് പാൽപ്പൊടിയും പഞ്ചസാരയും കോഫി പൗഡറും എല്ലാം കൂടി മിക്സ് ചെയ്തതാണ്. അത് നമ്മളൊരു ഗ്ലാസ്സിലോട്ട് പൊട്ടിച്ചിട്ട ശേഷം നമുക്ക് ഹോട്ട് വാട്ടറോ അല്ലെങ്കിൽ ഹോട്ട് മിൽക്കോ യൂസ് ചെയ്യാം. ഞാൻ വീട്ടിലായതുകൊണ്ട് ഹോട്ട് മിൽക്കാണ് യൂസ് ചെയ്യുന്നത്. ആകുമ്പോൾ എനിക്ക് കറക്റ്റ് ഒരു കോഫിയുടെ ഒരു ടേസ്റ്റ് ഉണ്ട്. എനിക്ക് അങ്ങനെ കുടിക്കാനാണ് കുറച്ചും കൂടി ഇഷ്ടം. അല്ലാത്ത സാഹചര്യം ഞാൻ അല്ലാതെയും കുടിക്കാറുണ്ട്. എന്നാൽ എനിക്കിപ്പം വീട്ടിലായതുകൊണ്ട് നമുക്ക് അങ്ങനെ കുടിക്കാമല്ലോ. അതിനുവേണ്ടി ഞാൻ താഴത്തെ കടയിൽ തന്നെ ചെന്നത്. അപ്പോൾ അതുണ്ടെങ്കിൽ എനിക്ക് അത് കുടിക്കാമല്ലോ. നെസ്കഫേയുടെ മാത്രമേ ഞാൻ ഈ പാലൊഴിച്ച് കുടിച്ചിട്ടുള്ളൂ. എനിക്ക് അതിൻ്റെ ടേസ്റ്റാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. അപ്പം ഞാനൊന്ന് പാല് തിളപ്പിച്ച് കോഫി റെഡിയാക്കട്ടെ. Hey there, what you drinking? 2 shots, let's pour it out. I know what you're thinking, but tomorrow won't come for us. This life that we're living, ain't never gonna give it up. Double shot for the gifted, and one more for us. There you go, drink it up. All this love in a cup. Yeah, we go slow, we go fast. Yeah, we can't get. എനിക്കിവിടെ കുറച്ചെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം ആണ് ഇതെന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ആൽമണ്ട്സും പിന്നെ ബ്ലൂബെറിയുടെ ഇതും കൂടി ഉള്ളതാണ്. അത്യാവശ്യം വലിയ നമുക്ക് ഒരു സാൻഡ്വിച്ച് പോലെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ എടുത്ത്. ഇതുണ്ടെങ്കിലേ പോയി എടുക്കുന്നോളൂ എന്ന് കരുതി മേടിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ മേടിക്കേണ്ടെന്ന് കരുതിയിരുന്നതാണ്. അപ്പോൾ എനിക്ക് എന്തായാലും ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇതും എൻ്റെ ഈ കോഫിയും കൂടി കുടിച്ചിട്ട് വരാം. Don't look at the past, no, we're not going that way. Oh, now make it last, make it last to the break of day. No matter what people say, live life in a fast lane. Double shot for the gifted, triple shot for the pain. There you go, drink it up, all this love in a cup. Yeah, we go slow, we go fast. Yeah, we can. നിങ്ങളിപ്പോൾ കണ്ടില്ലായിരുന്നോ? ഇതൊക്കെ തന്നെയാണ് എൻ്റെ പരിപാടി. കാരണം ഉച്ചയ്ക്ക് ഒരു സീരീസ് ഇട്ടതാണ്, ടീച്ച് ലെസൺ എന്നും പറഞ്ഞ്. പക്ഷെ ഒന്ന് കണ്ടു കഴിഞ്ഞപ്പം നമുക്ക് ഈ സസ്പെൻസ് പോലെ ത്രില്ലിംഗ് ആയി കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഫുൾ എപ്പിസോഡ് എനിക്ക് കണ്ടു തീരുന്നവരെയും ഞാനിങ്ങനെ അഡിക്റ്റഡ് പോലെ ആയിരിക്കുന്നത്. എന്ത് ചെയ്യാനല്ലേ? ഇതൊക്കെയാ ഈ സീരീസിന്റെ പ്രോബ്ലംസ്. നമ്മളൊന്ന് തുടങ്ങി സ്റ്റാർട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇന്ന് നമ്മൾ പോലും അറിയാം, നമ്മുടെ സമയം പോകുന്ന പോലും അറിയത്തില്ല. എനിക്ക് ആ കോഫി എത്രയും പെട്ടെന്ന് കുടിക്കുക, അടുത്ത് ഇതിന്റെ ബാലൻസ് വാച്ച് ചെയ്യുക. ഇതായിരുന്നു എൻ്റെ ഒരു കണക്കൂട്ടലല്ല, നമ്മളൊരു അഡിക്ഷൻ പോലെ അല്ലേ, അതുപോലെ ആയിരുന്നു. അങ്ങനെ ഇരുന്ന് കാണുമോ? നിങ്ങളും ഇങ്ങനെയൊക്കെയാണോ? ഒരു സീരീസ് കണ്ടു കഴിഞ്ഞാൽ ഒരു അഡിക്ഷൻ പോലെ, അടുത്ത എപ്പിസോഡ് എന്താ, അടുത്ത എന്താ, കഥ എന്താ എന്നുള്ള ചിന്ത പോലെയാണോ നിങ്ങൾക്കും? പക്ഷെ എനിക്ക് ഈ സംഭവം തുടങ്ങിയത് കൊറോണ സമയത്താണ്. ആ സമയത്ത് വേറെ പരിപാടിയൊന്നുമില്ല. അപ്പം ഇങ്ങനെ ഇരുന്ന് ഓരോ സീരീസും ഇതൊക്കെ ഇരുന്ന് കാണക്കുമായിരുന്നു പരിപാടി. അങ്ങനെ ഈ അഡിക്ഷൻ തുടങ്ങിയത്. അങ്ങനെ തന്നെ ഞാൻ ഈ ചൈനീസ് ഡ്രാമയും കൊറിയൻ ഡ്രാമയൊക്കെ കാണാൻ പോലും തുടങ്ങിയത്. അതിനുമുമ്പ് അങ്ങനെ കാണുന്ന പരിപാടിയൊന്നും ഇല്ലായിരുന്നു. എനിവേ, ഞാൻ എന്തായാലും എൻ്റെ ഈ പരിപാടിയെ കണ്ടിന്യൂ. പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല, ഇങ്ങനെ ഇരുന്ന് ചെയ്യാനോ എടുക്കാനോ ഒന്ന്. കുറച്ച് കഴിയുമെങ്കിൽ ഫുഡ് കഴിക്കണം, വീട്ടിലൊക്കെ ഒന്ന് വിളിക്കണം, അതിനുശേഷം കിടന്നുറങ്ങണം. ഇന്നോട്ട് ചെറുതായിട്ടൊരു മൂഡി ടൈപ്പാണ് വന്നേക്കുന്നതെന്ന് വെച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല, ഇങ്ങനെ ഇരിക്കുക, അങ്ങനത്തെ ഒരു ഫീലാണ്. ഒന്ന് മാറ്റിയെടുക്കണം. അപ്പം ഞാനിതൊന്ന് കാണട്ടെ കുറച്ച് നേരം, അതിനുശേഷം ഫുഡൊക്കെ കഴിച്ച് സെറ്റാക്കണം. നൈറ്റ് ആയപ്പോഴേക്ക് ജോയൽ വിളിച്ചായിരുന്നു. പിന്നെ കുറച്ചു നേരം ഫോണിൽ കളിച്ചിരുന്നു. ഇതിൻ്റെ ഇടയിൽ ഫുഡ് കഴിച്ചായിരുന്നു. പിന്നെയും കുറച്ചു നേരം മൊബൈലിൽ നോക്കിയിരുന്നിട്ട് പിന്നെയും ഞാൻ സീരീസ് തന്നെ പോയിരുന്ന് കാണാമായിരുന്നു. അങ്ങനെ നമ്മുടെ ഡേ 3 വൈൻഡ് അപ്പ് ചെയ്യാൻ ടൈമായി. ഇപ്പൊ തന്നെ സമയം 11:30 ഇത്ര ആയത് തന്നെ ഞാൻ TV സീരീസ് ഇരുന്ന് കണ്ട് സമയം കളഞ്ഞതാണ്. ഇനി ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ ശരിയാവത്തില്ല. അപ്പം ഞാൻ കരുതി വൈൻഡ് അപ്പ് ചെയ്യുന്ന ഒരു വീഡിയോയും കൂടി എടുത്തു കഴിയുമ്പോഴേക്കും അത് സെറ്റ് ആവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അത് മാത്രമല്ല, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വലിയ പുറത്തിറങ്ങുന്ന അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് ഒരു കാഷ്വൽ കുക്കിങ്, പിന്നെ കോഫി ടൈം, പിന്നെ പുറത്തോട്ടൊരു ചെറിയ കടയിൽ പോകുന്നു. എനിക്ക് അതാണ് ഏറ്റവും കൂടുതൽ ഒരു ബെനിഫിറ്റ് പോലെ തോന്നുന്നത്. കാരണം ആ കടയിൽ പോയി നിങ്ങൾക്ക് കുറച്ച് ഐറ്റംസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാൻ പറ്റുമല്ലോ. ഇവിടെ ഇന്തോനേഷ്യൻ സ്നാക്സ്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് അതാണ്. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. നാളെ ഡേ 4 ആയി കാണുന്നത് വരെ ടാറ്റാ, ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.
going that way. Oh, now make it last.